എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീഡിയോകൾ കുറേ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ബാധകൾ, സോളുകൾ, ഇത്തരം ടോപ്പിക്കുകളാണ് കൂടുതലും ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ വീഡിയോസ് ചെയ്ത് നമുക്കിനി കണ്ടൻറ്റുകൾ, ആ വിഷയത്തിൽ കണ്ടൻറ്റുകൾ പറയാനായിട്ടുള്ള എൻ്റെ അറിവുകൾ കുറവാണ്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോകളിലൊക്കെ കുറച്ച് നമ്മുടെ അത്ഭുതകരമായ പല അനുഭവങ്ങളും ഹീലിങ്ങിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്പീരിയൻസുകൾ നമുക്ക് ആളുകളുടെ പേരും കാര്യങ്ങളൊന്നും പറയാതെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് കാലം മുന്നേ ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ് എന്ന് പറയുന്നത്. ഒരു എക്സ്പീരിയൻസ് അല്ല, അങ്ങനത്തെ പല കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയൊരു സംഭവമാണത്. ഒത്തിരി ആളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആപത്ത് എന്താണെന്നുള്ളതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളുടെ ഇവിടെ പല പല രീതിയിലുള്ള റിലേഷൻഷിപ്പും ആളുകൾ തമ്മിലുണ്ട്. കാമുകന്മാരുടെ ബന്ധങ്ങളുടെ കഥകളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അതർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി അതുപോലുള്ള കഥകൾ നമുക്ക് പറയാനുണ്ടാവും, നമുക്ക് അത് കേൾക്കാനുണ്ടാവും, പല ആൾക്കാരുടെ കഥകൾ. ഇവിടെ ഒരുപാട് ആളുകൾ അതേപോലത്തെ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഡിപ്രഷൻ അതുപോലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയ ആളുകളുണ്ട്. അപ്പോൾ അതിനൊരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം എനിക്ക് കിട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായ ഇടപാടുകൾ ഇത്തരം ആളുകൾ നടത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക. മുമ്പ് വന്ന ഒരു കേസിനകത്ത് ഇതേപോലെ തന്നെ ഒരു കാമുകനായ ആൾ, അതായത് ഒരു ലവർ, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇതേപോലെ അടുപ്പത്തിലായി കഴിയുമ്പോൾ, പിന്നെ അത്രയധികം ക്ലോസ് ആയി കഴിയുമ്പോൾ പയ്യെ ആളുകൾ എന്തെങ്കിലും ആവശ്യമൊക്കെ പറഞ്ഞിട്ട് പൈസ ചോദിക്കുക, ഗോൾഡ് ചോദിക്കുക, അത്തരം കാര്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ കൂടുതലും എൻ്റെ അടുത്ത് തോന്നിയേക്കുന്നത് വ്യക്തിമായിട്ടുള്ള ആളുകൾ പെൺകുട്ടികളാണ്. പക്ഷേ അവർ പേടിച്ചിട്ട് അവർ പുറത്തേക്ക് പറയില്ല, അല്ലെങ്കിൽ അവരത് കംപ്ലൈൻ്റ് ആക്കാനോ അല്ലെങ്കിൽ മാനക്കേട് കൊണ്ട് അത് മറച്ചു വെക്കലാണ് സാധാരണ പതിവ്. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ അടുപ്പത്തിലായി, പ്രണയത്തിലായി, കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അതുപോലെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് പേപ്പറിലൊക്കെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലതും നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഒരു പയ്യൻ ഇതുപോലെ തന്നെ ഒരു കുട്ടിയുടെ നടന്ന് കുറേ പൈസ, ആ ജോലി ചെയ്തുണ്ടാക്കിയ ശമ്പളം കിട്ടിയ പൈസകൾ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ പൈസയല്ല, ആ കുട്ടി തന്നെ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ നല്ലൊരു എമൗണ്ട്, നല്ലൊരു സംഖ്യ പല സമയങ്ങളിലായിട്ട് പയ്യെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് വാങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ കയ്യിലൊന്നും ഇല്ലയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പയ്യെ അവിടെ നിന്ന് കടന്നു കളയുന്നൊരു രീതിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു ലവായിരുന്നു, ഭയങ്കരമായ ഒരു സ്നേഹമായിരുന്നു. അപ്പോൾ അത്രയധികം സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് അയാൾ ചോദിക്കുമ്പോൾ എടുത്ത് പൈസ എല്ലാം കൊടുത്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇയാൾ മൈൻഡ് ചെയ്യാതായി, അയാൾ പതുക്കെ കടന്നു കളയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. ഇതോടിയിട്ട് ഈ കുട്ടിക്ക് ഡിപ്രഷനിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഡിപ്രഷനാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അടുത്തൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ്. മാനസികമായ പ്രശ്നങ്ങളിലേക്ക് പോയി, പിന്നെ അത് വീണ്ടും ഇരുന്ന് ആലോചിച്ച് ചെയ്തൊരു പൊട്ടത്തരമായല്ലോ മണ്ടത്തരമായല്ലോ, ആളിലറിഞ്ഞെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള പിന്നെ സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു, അല്ലെങ്കിൽ അത് വേസ്റ്റായി പോയതിൻ്റെ ഒരു ഇത്, അതേപോലുള്ള ഒരുപാട് തോട്ടുകളാണ് വരുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ ഈ അവസ്ഥയിൽ നിന്നും മരിച്ചാലോ എന്നൊരു ആഗ്രഹിക്കുന്ന ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരങ്ങനെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് പേപ്പറിലൊക്കെ വായിക്കാം, ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു വിപത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വന്ന ഒരു കേസ്, എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഇതുപോലെ തന്നെ പെൺകുട്ടിയുടെ കേസായിരുന്നു. കുറേ നാൾ മുന്നേ വന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഹീൽ ചെയ്ത് നമ്മൾ മഹാകാളി ഹീലിങ്ങിലൂടെ, സിംഗിൾ ഹീലിങ്ങിലൂടെ, ഒറ്റ ഹീലിങ്ങാണ് ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അത് ഇവിടെ ആ അനുഗ്രഹത്തോടു കൂടിയിട്ട് ആ ഹീലിങ്ങിലൂടെ ആ കുട്ടി പൂർണ്ണമായിട്ടും ലൈഫിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ടും. കാരണം സിംഗിൾ ഹീലിങ്ങിൽ ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം നമ്മൾ നോർമൽ ഹീലിംഗ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനൊരു റെക്കിയുടെ ഹീലറായിരുന്നു നേരത്തെ, 25 years ഞാനത് തന്നെ ചെയ്തിട്ടുണ്ട്. 1 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ മഹാകാളി ഹീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ ഒരു 7 days, 14 days, 21 days വരെ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇവിടെ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ അത്രയും ദിവസം നമ്മളൊരു ക്ലയൻറ്റിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. പക്ഷേ മഹാകാളി ഹീലിങ്ങിൽ സിംഗിൾ സിറ്റിംഗ് ആണ്. അത് എന്തുകൊണ്ടാണ് അത്ഭുതം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ല ചെയ്യുന്നത്, മനുഷ്യനല്ല ഹീലിംഗ് ചെയ്യുന്നത്, ദേവതയാണ്, നമ്മുടെ കാളി ദേവിയാണ്, അല്ലെങ്കിൽ ആ കാളി ദേവിയുടെ കൂടെ നിൽക്കുന്ന ശക്തികളാണ്. അതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു റിയാലിറ്റി. ഇത് ഞാനിത് പറയുമ്പോൾ പലർക്കും അറിയാം, ഈ ഹീലിംഗ് ചെയ്തു പോയവർക്ക് അറിയാം, നമ്മളിത് വന്ന് ഹീലിംഗ് ചെയ്തവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവമാണല്ലോ ഗുരു. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർക്ക് തോന്നും അതെങ്ങനെയാണ് ഒരു സിംഗിൾ സിറ്റിങ്ങിൽ എങ്ങനെയാണ് അത് ശരിയാവണമെന്ന് തോന്നാം. അത് സ്വാഭാവികമാണ്, അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ മാത്രമാണ് ഇത്ര വേഗത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഈ സമൂഹത്തിൻ്റെ ഒരു വലിയൊരു വിപത്താണ് ഇതേപോലുള്ളൊരു കാര്യം. അതേപോലെ വേറൊരു കേസിലും ഇതേപോലെ തന്നെ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ പൈസ എല്ലാം വാങ്ങിയെടുത്ത് ഒരുപാട് വലിയൊരു സംഖ്യകൾ വാങ്ങിയെടുത്തിട്ട് ചീറ്റ് ചെയ്ത് പോയ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക നില തകരാറിലാക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെപ്പറ്റി നമ്മൾ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരാളോട് പ്രണയം തോന്നുക, അതിപ്പോൾ എപ്പോഴെങ്കിലും പ്രണയം തോന്നാം, നമുക്ക് പ്രായവും കാര്യങ്ങളൊന്നും അതിന് ബാധകമൊന്നുമല്ല. ഇപ്പോൾ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മാത്രമൊന്നുമില്ല, അല്ലെങ്കിലും ആൾക്കാർക്ക് പ്രണയമൊക്കെ ഉണ്ടാവാം. സാഹചര്യങ്ങളാണ്, നമ്മുടെ സാഹചര്യങ്ങളും നമ്മളുടെ അന്നത്തെ അവസ്ഥകളും. ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ സ്നേഹം കിട്ടാതിരിക്കുന്ന ആളുടെ സ്നേഹമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അതിൽ തെറ്റൊന്നും പറയാനില്ല. കാരണം അതൊരു നമ്മുടെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. തെറ്റ് ശരിയൊന്നും അതിനകത്തില്ല. ഞാൻ തെറ്റ് ശരിയും കൊണ്ട് രണ്ടായിട്ട് വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ളൊരു ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് മനുഷ്യന് കിട്ടുന്നിടത്തേക്ക് പോകുന്നതെന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊരു സത്യം തന്നെയാണ്, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇതേപോലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്നു, കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയൽ ലവ് ആണെന്നുണ്ടെങ്കിൽ, അത് റിയൽ ലവ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സാമ്പത്തികമായ ഒരു വിഷയം അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ നിന്ന് പൈസ ചോദിക്കുന്നു, അല്ലെങ്കിൽ വേറെ സഹായങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പുറകിൽ വേറൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നമ്മൾ കൊടുത്തുന്നിരിക്കുക, നമ്മൾ ഒരു 5000 രൂപ ചോദിച്ചു, ഒരു 10000 രൂപ ചോദിച്ചു, നമ്മൾ അയാളെ സഹായിച്ചു, അയാളത് മടക്കി തരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടക്കിടക്ക് ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, തിരിച്ചു തരുന്നു, നമ്മളിൽ പൈസ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ പൈസ ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ, അതായത് ഒരു 10000 മേടിച്ച് പിന്നെ ഒരു 50000 മേടിച്ച് അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ചീറ്റിംഗാണ്. കാരണം തന്ത്രപൂർവ്വം ഓരോരോ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ ഏതാണ് അവരുടെ വീക്ക് പോയിൻ്റ്, ആ വീക്ക് പോയിന്റിൽ കയറി പിടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ചെയ്യുന്നത് ചീറ്റിംഗാണ്. അത് ലവ് അല്ല. അത് ആക്ച്വലി ആ ലവ് അതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ റിയാലിറ്റി അതല്ല, അത് സ്നേഹമല്ല, യഥാർത്ഥ സ്നേഹമല്ല, അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയമല്ല. യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ ആ പ്രണയം മാത്രമാണ്. അതിനകത്തുള്ള ഒരു എനർജി ഉണ്ട്, ആ എനർജി എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. പ്രണയത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ലൈറ്റാണ്. ആ പിങ്ക് ലൈറ്റ് അങ്ങോട്ടും കൈമാറുക, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭൂതി, ഒരു മാനസികമായ ഒരു സന്തോഷം, അതാണ് അതിനുള്ളിലുള്ളത്. അല്ല അവിടെ മെറ്റീരിയലായിട്ടുള്ള സംഭവമല്ല, ശാരീരികമായിട്ടുള്ളൊരു ബന്ധമല്ല, അത് വേറൊരു ലെവലിലുള്ളൊരു ഊർജ്ജമാണ്. അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു മാധുര്യം എന്താണെന്നുള്ളത്. പ്രണയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതെന്താണ്, അത്രത്തോളം മാത്രമാണ് അതിൻ്റെ ഒരു അനുഭൂതി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു മെറ്റീരിയലായിട്ടുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല.
അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാൽ പോലും എൻ്റെ ഒരു പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും സാമ്പത്തികമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. സാമ്പത്തികമായ ഇടപാടുകൾ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ പോലും പല സമയങ്ങളിൽ ഫ്രണ്ട്സുകൾ തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകും. അതുപോലെ കാശ് അങ്ങോട്ട് കടം കൊടുക്കുക, കടം മേടിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അല്ലെങ്കിൽ മതിയായ എന്തെങ്കിലും കാര്യങ്ങൾ, ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ കാശ് നമ്മൾ കൊടുത്ത്, ആത്മാർത്ഥ സുഹൃത്തായിരിക്കും, ഇപ്പോൾ 50,000 രൂപ കടം കൊടുത്ത് അയാളത് മടക്കി തരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് ബദ്ധശത്രുക്കളായിട്ട് മാറുന്നൊരവസരത്തിലേക്ക് നമ്മൾ പോകും. അത് മാത്രമല്ല, അതിൻ്റെ പുറകെ വരാൻ പോകണം എന്താണ്, ബ്ലാക്ക് മാജിക്കാണ് വരാൻ പോകണം അതിൻ്റെ പുറകെ. ഓർത്തിരിക്കുക നിങ്ങളത്. അതുപോലെ ഇതേപോലെ തന്നെ ഈ കമിതാക്കൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾ ഒരാളുടെ നിന്ന് ഒരു 5 ലക്ഷം രൂപ പല സമയങ്ങളിലായിട്ട് കൈപ്പറ്റിയെന്ന് വിചാരിക്കാം. പിന്നെ അടുത്ത അയാൾ എന്താ ചെയ്യണമെന്നറിയോ? അയാൾ ചീറ്റിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകെ ആ സ്ത്രീക്ക് ഇയാൾ ബ്ലാക്ക് മാജിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് ചെയ്യും. എന്തിനാണെന്നറിയോ? പൈസ ചോദിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മാനസികമായിട്ട് അതിനെ തളർത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ പിന്നെ ഒരിക്കലും പൈസ ചോദിക്കത്തില്ല. പൈസ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തകർന്നു പോകുന്ന ആരാണ്? ഈ കാശ് കൊടുക്കുന്ന ആൾ അത് വഴിയിട്ട് തകർന്ന് തരിപ്പണമായി പോവുകയാണ്. പിന്നെ അയാൾക്ക് അതിനകത്തുനിന്നൊരു മോചനമില്ല. അപ്പോൾ അത്തരം അവസരങ്ങളിൽ ഇതൊന്നും ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചീത്ത പറയും അല്ലേ? നമ്മൾ കേട്ടാൽ പെട്ടെന്ന് എല്ലാവരും നമ്മൾ ചീത്തയല്ലേ പറയുള്ളൂ. എന്തിനു നീ അങ്ങനെ ചെയ്തു, എല്ലാം കുറ്റപ്പെടുത്താനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. പക്ഷേ ആ സമയത്ത് അവരുടെ മാനസിക നില മനസ്സിലാക്കിക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും. ആരും ബുദ്ധിമാന്മാർ മാത്രമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ബുദ്ധിമാന്മാർക്കാണ് കൂടുതൽ അബദ്ധങ്ങൾ പറ്റുക. അപ്പോൾ അത്തരം സമയങ്ങളിൽ അതുപോലുള്ള ആളുകൾ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ നയപരമായ രീതിയിൽ കൂടി അങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്ത് ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഇത്തരം കേൾക്കുന്ന പലർക്കും ഇതേപോലെ സമാനമായ അനുഭവങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇതുപോലുള്ള ആളുകൾ പൈസ വാങ്ങുന്നുണ്ടാവും. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ പൈസ കൊടുക്കരുത്. പ്രണയമാണ് വേണ്ടെങ്കിൽ പ്രണയം മാത്രം ചെയ്യുക, പൈസയുടെ അവിടെ കൊണ്ടുവരരുത്. ഒരു മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യത്തേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ഇതൊരു മെസ്സേജാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു മെസ്സേജാണ് ഞാനീ പറയുന്നത്. ശ്രദ്ധിക്കുക, ജീവിതം അപകടത്തിലേക്ക് ആക്കരുത്. ആണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.